എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ജോ കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ബാച്ചിലർ സ്പെഷ്യൽ തട്ടിക്കൂട്ട് മീൻകറിയാണ്. അതിനായിട്ട് 1 കിലോൻ്റെ അടുത്ത് ഒരു 800 ഗ്രാം അയില 3 കഷ്ണമായി നുറുക്കി വെച്ചിട്ടുണ്ട്. അത് നന്നായി കഴുകി, ഉപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട്, ഉപ്പിട്ട് കഴുകിയ മണമൊക്കെ പോയി കിട്ടും അയിലയുടെ. ഉപ്പിട്ട് കഴുകിയിട്ട് അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 2 തക്കാളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഇടത്തരം വലിപ്പമുള്ള സവോള, ഒരു സവോള മതി. പച്ചമുളക് ആവശ്യത്തിന് ഞാനൊരു 10-12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറി താളിക്കാനായിട്ട് ചെറിയുള്ളി, കറിവേപ്പില, ഇവയാണ് നമുക്ക് കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ചെറുതാക്കി അരിഞ്ഞു വയ്ക്കുക, നൈസായിട്ട് അരിഞ്ഞു വയ്ക്കുക. അതോടൊപ്പം തന്നെ ഇഞ്ചി, പച്ചമുളക് ചെറുതാക്കി അരിയുക. പച്ചമുളക് എപ്പോഴും കീറുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് തക്കാളി ആവശ്യത്തിന്, ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വയ്ക്കുക. ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുളിക്കായിട്ട് കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3-4 കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്. ആ കുടംപുളി നന്നായി കഴുകണം. ആദ്യം നന്നായി കഴുകി അതിൻ്റെ കറ കളയണം. കറ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്, കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക. ഇനി നമുക്ക് കറിയിലേക്ക് കിടക്കാനായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, സവോള, തക്കാളി ഇവയെല്ലാം തന്നെ നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിൽ ഒരു 2 സ്പൂൺ മുളക് പൊടി, അതുപോലെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, അത് 3 സ്പൂണോ മുളക് പൊടിയുടെ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുക. ഒരു 3 സ്പൂൺ എടുക്കുക, അതിൽ 2 സ്പൂൺ മല്ലിപ്പൊടി എടുക്കുക. അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർത്ത് നമ്മൾ അടുപ്പത്തേക്ക് വയ്ക്കാം. അതിനായിട്ട് സ്റ്റൗ കത്തിക്കുക. നമ്മളതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, അധികം വെള്ളം ഒഴിക്കേണ്ട, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് അതിലാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് അടുപ്പത്ത് വയ്ക്കുക. അടുപ്പത്ത് വെച്ചിട്ട് അത് തിളയ്ക്കാനായിട്ട് കുറച്ച് സമയം കൊടുക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ അത് തിളച്ച് കിട്ടും. വെള്ളം കുറവുള്ളൂ, മൺകലത്തിലാണ് വയ്ക്കുന്നത്, തിളച്ച് കിട്ടും. അപ്പോൾ ഇത് കറി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാവുന്നതാണ്. നമ്മൾ ഒരു മീനെ 3 ആക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, എല്ലായിടത്തും പിടിക്കാനായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ സ്പൂൺ കൊണ്ടോ മറ്റോ അത് നന്നായി ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അത് മൂടി വയ്ക്കാവുന്നതാണ്. മൂടി വെച്ചതിന് ശേഷം നന്നായി തിളച്ചാൽ, ഇപ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന, അതായത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടംപുളി അതിലേക്ക് ഇടാവുന്നതാണ്. കുടംപുളി ഇട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ശേഷം നമുക്കത് ഇറക്കി വയ്ക്കാം. മീൻ പെട്ടെന്ന് വേവുന്നതാണ്. ഇപ്പോൾ അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് ഇറക്കി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ്സ് ചെയ്യുക. ഇപ്പോൾ അത് കറി തിളച്ചിട്ടുണ്ട്. കറി മാറ്റി വെച്ചിരിക്കുകയാണ്. മാറ്റി വെച്ച് കറി താളിക്കാനായിട്ട് ഒരു ചെറിയ ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കറിവേപ്പിലയും, ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കറിവേപ്പിലയും മിക്സ് ചെയ്യുക, അതിലേക്ക് ഇടുക. അപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അത് നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവ എടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് അതെടുത്തിട്ട് കറിയിലേക്ക് ഇടാവുന്നതാണ്. കറിയിലേക്ക് ഇട്ട് ഒന്ന് വട്ടം ചുറ്റിയെടുക്കാം. അതായത് സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ ചിലപ്പോൾ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്കതൊന്ന് കറക്കിയെടുക്കാം. ചട്ടി പിടിച്ചിട്ടൊന്ന് കറക്കിയെടുത്താൽ നന്നായിരിക്കും. അപ്പോൾ എല്ലായിടത്തും ഇത് നമ്മൾ താളിക്കാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളിച്ചെണ്ണയൊക്കെ എല്ലായിടത്തും മിക്സാവും. അപ്പോൾ നല്ലൊരു ഒന്നാന്തരം കറിയാണ് ഇത്. ബാച്ചിലേഴ്സിനായിട്ട് സ്പെഷ്യലാണത്. അതായത് പ്രവാസികളായ ബാച്ചിലേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഒരു കറി വയ്ക്കാനായിട്ട് പറ്റും. അധികം തേങ്ങ അരയ്ക്കാനോ ഒന്നുമില്ല. മുളകിട്ടിട്ട്
നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു തട്ടിക്കൂട്ട് മീൻകറി, ബാച്ചിലർ സ്പെഷ്യൽ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അയയ്ക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്തത് എല്ലാവർക്കും താങ്ക്സ്. ബൈ ബൈ.